ഗസയിൽ വംശഹത്യ വേണം എന്ന് മുമ്പ് ട്വീറ്റ് ചെയ്തിട്ടുള്ള ശ്രീ രാജേഷ് ശർമ്മ, അദ്ദേഹത്തിന്റെ മകനാണ് ഇന്നലെ അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിത്യ ശർമ്മ. അദ്ദേഹത്തിന്റെ പഴയ പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയാകുകയുണ്ടായി. ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഗസയിലെ മുസ്ലിം കുട്ടികളെ അടക്കം വംശഹത്യ ചെയ്യണമെന്നും ആ പ്രദേശം മുസ്ലിം വിമുക്തമാക്കണമെന്നും ഇസ്രായേലിനും മൊസാദിനും IDF എല്ലാം അഭിവാദ്യങ്ങൾ നേരുന്നു എന്ന് അദ്ദേഹത്തിന്റെ പഴയ ട്വീറ്റ് വലിയ രീതിയിൽ ചർച്ചയായി. നമുക്ക് ആ ട്വീറ്റും കൂടി ഒന്ന് പരിശോധിക്കാം. എന്നിട്ട് ഇത്തരം എല്ലാ തീവ്ര പ്രവണതകളെയും തെള്ളി പറയാനുള്ള മനസ്സും കൂടെ കാണിക്കാം. ഇതാണ് രാജേഷ് ശർമ്മ. ശർമ്മ എന്ന് പറഞ്ഞ ബ്രാഹ്മണനാണ്. ആദിത്യ ശർമ്മ അദ്ദേഹത്തിന്റെ മകനാണ് കൊല്ലപ്പെട്ടത്. ആ നഷ്ടപ്പെട്ട മകന്, ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ആ സെയിലർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എത്രയും വിഷമമുണ്ട്. എവിടെ ആള് മരിച്ചാലും, ഹിന്ദു മരിച്ചാലും മുസ്ലിം മരിച്ചാലും ക്രിസ്ത്യൻ മരിച്ചാലും അവിശ്വാസി മരിച്ചാലും നമുക്ക് വേദനയാണ്. കാര്യം ഒരു മനുഷ്യൻ മരിക്കുന്നത് എന്താ പറയണേ, ഒരു കുടുംബത്തിന്റെ ഒരു ആ കമ്മ്യൂണിറ്റിയുടെ ആ സമൂഹത്തിന്റെ ഒക്കെ നഷ്ടമാണ്. ഇതാണ് രാജേഷ് ശർമ്മയുടെ മുമ്പത്തെ ട്വീറ്റ്. I think Israel should now ethnically cleanse. അതായത് ഇസ്രായേൽ ഗസയിൽ വംശഹത്യ നടത്തണമെന്നും വംശീയ ഉന്മൂലനം നടത്തണമെന്നും അത് ഒരു നോൺ മുസ്ലിം ടെറിട്ടറി, അത് മുസ്ലിങ്ങൾ ഇല്ലാത്ത ഒരു ടെറിട്ടറി ആക്കി മാറ്റണമെന്നുമാണ് രാജേഷ് ശർമ്മ പറഞ്ഞത്. ദിസ് ഈസ് ദി ഓൺലി സൊല്യൂഷൻ ടു മെയിൻറ്റെയിൻ പീസ് ദെയർ. ഇത് മാത്രമാണ് അവിടെ സമാധാനം കൊണ്ടുവരാൻ ഉള്ള വഴി. കുഡോസ് ടു മൊസാദ് ആൻഡ് IDF. ആ തീവ്ര പ്രതികരണങ്ങൾ തെറ്റാന്ന് കാര്യത്തിൽ സംശയമില്ലല്ലോ. ഒരു രാജ്യത്തെയും ഒരു സ്ഥലത്തെയും ആരെയും കൊന്നുകൊണ്ടല്ല നമ്മൾ സമാധാനം സ്ഥാപിക്കുന്നത്. അവരുടെ മനസ്സ് വിജയിച്ചുകൊണ്ടാണ്, ഹൃദയം വിജയിച്ചുകൊണ്ടാണ്. കാശ്മീരിലെ പ്രശ്നങ്ങളിൽ ഇന്ത്യ അതുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നത്. ടു വിൻ ദ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് ഓഫ് പീപ്പിൾ എന്ന് പറയാറുണ്ട്. അങ്ങനെയാണ് ഡിപ്ലോമാറ്റിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നന്മയിലൂടെ, സ്നേഹത്തിലൂടെ, സാഹോദര്യത്തിലൂടെ, പിന്തുണയിലൂടെ അവരുടെ വിശ്വാസം കൂടി നമ്മൾ ആർജിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഗസയിലെ മക്കളെ അടക്കം എല്ലാവരെയും എത്നിക്കലി ക്ലെൻസ്, വംശീയ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞ ആളായിരുന്നു ഈ രാജേഷ് ശർമ്മ. ആ രാജേഷ് ശർമ്മയുടെ മകൻ ആദിത്യ ശർമ്മയാണ് കൊല്ലപ്പെട്ടത്. അതിനും വിഷമം തന്നെയാണ്. കാര്യം ആരുടെ ആള് എവിടെ മരിച്ചാലും നമുക്ക് വിഷമമാണ്. പക്ഷേ രാജേഷ് ശർമ്മയുടെ ഇന്നലത്തെ ആ വാർത്തകൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വലുതായിട്ട് തന്നെ ആ വാർത്തകൾ വന്നിട്ടുണ്ട്. അതായത് ആരുടെയും മരണത്തിനെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കരുത്. എവിടെ മനുഷ്യൻ മരിച്ചാലും അത് നമുക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ മകന്റെ മരണത്തിൽ അദ്ദേഹത്തിനോട് അഗാധമായ ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നു. പക്ഷെ അദ്ദേഹം അടക്കമുള്ളവർ ഇത്തരം പ്രതികരണങ്ങളെ ചിന്തിക്കണം. ഈ മനസ്സുള്ളവരാണ്, അല്ലെങ്കിൽ ഈ ട്രിഗർ ഹാപ്പി, തോക്ക് കിട്ടിയ അപ്പം വെടിവെച്ച് കളയാം, അല്ലെങ്കിൽ ഈ തോക്ക് കൊണ്ട് കാര്യം സാധിക്കാം എന്ന് വിചാരിക്കുന്നവരാണ് ഈ ലോകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്തായാലും അമേരിക്കയ്ക്ക് പോലും, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയ്ക്ക് പോലും ഒന്നും നടന്നില്ല എന്ന് നമ്മൾ വിയറ്റ്നാമിൽ കണ്ടു, അഫ്ഗാനിസ്ഥാനിൽ കണ്ടു, ഇറാഖിൽ കണ്ടു, ഇപ്പൊ ഇറാനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ രീതിയിൽ തോക്കിന്റെ ധാർഷ്ട്യം കൊണ്ടല്ല